ആത്മീയതയിൽ സർവത്ര കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് പ്രപഞ്ചരഹസ്യം, സൃഷ്ടിരഹസ്യം. ഇതെങ്ങനെ മാനവ ജീവിതത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയിലെ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളിലും എങ്ങനെ നമുക്കത് അനുഭവവേദ്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും മറ്റൊരാളിന്? ഒരാൾ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്ന ഈ സൃഷ്ടി രഹസ്യം, നിങ്ങളുടെ ഗുരു എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്? പക്ഷേ എനിക്കത് വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ അത്രയും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സ്വാമിജിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ അറിവുകൾ ഞാൻ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി. അമ്മ ചോദിച്ച സൃഷ്ടിയും ഒന്നുകൂടെ പറയൂ. സൃഷ്ടിയും പ്രപഞ്ച സൃഷ്ടിയും വ്യാവഹാരികത്തിലെ സൃഷ്ടിയും. ശരിക്കത് വേദാന്തത്തിലേക്ക്, ഷഡ്ദർശനത്തിലും വേദാന്തത്തിലേക്കുമുള്ള വിഷയമാണത്. എങ്കിലും അതിൻ്റെ വിഷയം ആദിയിൽ ശുദ്ധബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ കാണപ്പെടുന്നതെല്ലാം മിഥ്യയാണ്. മിഥ്യ എന്നാൽ മായ എന്ന് പറയുന്നുണ്ട്. അതായത് അത് ഇല്ല എന്നല്ല, ഉണ്ടെന്ന് തോന്നുന്നതാണ്. ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഉള്ളതിന് ഒരിക്കലും മാറ്റമുണ്ടാവില്ല. ആ ഉണ്മയായിട്ടുള്ളത് സത്യമാണ്. ആ സത്യമാണ് ഈശ്വരൻ, ബ്രഹ്മം. ആ സത്യത്തിന് എപ്പോഴെങ്കിലും മാറ്റം വന്നാൽ അത് സത്യമായിരുന്നില്ല. സത്യത്തിൻ്റെ അർത്ഥം സത്ത് ഭാവമായിട്ടുള്ളതെന്തോ അത് സത്യം. നാം ഒരു വാക്ക് പറഞ്ഞ് ആ വാക്കിന് മാറ്റമില്ലെങ്കിൽ അത് സത്യമാണ്. ഏതൊന്നുണ്ടോ അതിന് മാറ്റമില്ലെങ്കിൽ അത് സത്യമാണ്. മാറ്റം വന്നാൽ അത് സത്യമല്ല. അതിനെ വ്യാവഹാരിക സത്യമെന്നും പ്രാതിഭാസിക സത്യമെന്നും ഒക്കെ പറയാം. പാരമാർത്ഥിക സത്യമല്ല. പാരമാർത്ഥിക സത്യമായത് ബോധം, അത് ചൈതന്യമാണ്. ഈ ചൈതന്യം സൃഷ്ടിക്ക് വേണ്ടി, പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ത്രിഗുണാത്മികയായ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയ പ്രകൃതിയെ സൃഷ്ടിച്ചു. ഞാൻ ഈ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സാഖ്യദർശനാചാര്യനായ കപിലന് നിഷേധം വരാം. കാര്യം കപിലൻ സൃഷ്ടിയുടെ 25 തത്വങ്ങൾ പറയുന്നതിൽ പ്രകൃതിയെ സൃഷ്ടിച്ചതായി പറയുന്നില്ല. സാഖ്യൻ പറഞ്ഞിട്ടില്ല. ബോധമായ പുരുഷനുണ്ട്, പ്രകൃതിയുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ത്രിഗുണാത്മികമാണ്. പക്ഷേ സത്വരജസ്തമോ ഗുണങ്ങൾ തുല്യമായിരുന്നത് കൊണ്ട് അതിന് ചലനമില്ല പ്രകൃതിക്ക്. പുരുഷ സാമീപ്യത്താൽ അതിന് ചലനം വന്നു. കാര്യം ത്രിഗുണങ്ങൾക്ക് വ്യതിയാനം വന്നു, അപ്പോൾ ചലനം വന്നു. അവിടെയാണ് സൃഷ്ടി ആരംഭിച്ചത്. അപ്പോൾ മുതൽ സൃഷ്ടി ആരംഭിച്ചു. കാരണം സൃഷ്ടിക്ക് രജോ ഗുണം മുന്നിൽ നിന്നാലേ സൃഷ്ടി നടക്കും. അത് നമ്മളായാൽ പോലും രജോ ഗുണം മുന്നിൽ നിൽക്കുന്നവരാണ് ക്രിയാശേഷിയുള്ളവർ. ജ്ഞാനശേഷി എന്ന് പറയുമ്പോൾ സത്വഗുണമാണത്. അപ്പോൾ ത്രിഗുണങ്ങൾക്ക് വ്യതിയാനം വന്ന് രജോ ഗുണം അധികരിച്ചപ്പോൾ സൃഷ്ടിപ്രക്രിയ ആരംഭിക്കുകയും ആദ്യമായി അതിൽ നിന്ന് ബുദ്ധി എന്ന മഹത്തത്വം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ, പ്രകൃതി, മൂന്നാമത്തത് മഹത്തത്വം ബുദ്ധിയാണ്. മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരം ഉണ്ടായി. അഹങ്കാരത്തിൻ്റെ സത്വഗുണത്തിൽ നിന്നും മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ഉണ്ടായി. പഞ്ചേന്ദ്രിയങ്ങളും
അഹങ്കാരത്തിൻ്റെ സത്വഗുണത്തിൽ നിന്ന് ഏകാദശേന്ദ്രിയങ്ങൾ എന്നെഴുതിക്കോളൂ. ഏകാദശേന്ദ്രിയങ്ങൾ ഉണ്ടായി. ഏകാദശേന്ദ്രിയം എന്നാൽ മനസ്സ്, സെൻസ് ഓർഗൻസായ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, മോട്ടോർ ഓർഗൻസ് ആയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ ഏകാദശേന്ദ്രിയങ്ങൾ ഉണ്ടാവുകയും അഹങ്കാരത്തിൻ്റെ തമോ ഗുണത്തിൽ നിന്നും പഞ്ചതന്മാത്രകൾ രസം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം പഞ്ചതന്മാത്രകളുണ്ടായി. അതായത് പഞ്ചതന്മാത്രകൾ എന്നാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ പഞ്ചതന്മാത്രകളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. ആ ഉണ്ടായ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മങ്ങളായിരുന്നു, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളായിരുന്നു. ആ സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചീകരണം സംഭവിച്ച് അത് സ്ഥൂല പഞ്ചഭൂതമാകുന്നു. സൂക്ഷ്മ പഞ്ചഭൂതത്തെ പഞ്ചീകരണത്തിലൂടെ സ്ഥൂല പഞ്ചഭൂതങ്ങളായി മാറുന്നു. അത് വ്യക്തമാവണമല്ലേ പഞ്ചീകരണം എന്താണെന്ന്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഈ പഞ്ചഭൂതങ്ങൾ ശുദ്ധമാണ്, അത് സൂക്ഷ്മമാണ്. അതിൻ്റെ ആകാശത്തിൻ്റെ 50% അതേപോലെ നിലനിർത്തി 50% മാറി 4ആയിട്ട് ഭാഗിച്ചു. അത് അടുത്ത 4 ഭൂതങ്ങൾക്ക് വീതിച്ചു കൊടുത്തു ആകാശം. അതായത് വായുവിനും അഗ്നിക്കും ജലത്തിനും ഭൂമിക്കും 4 ഭാഗങ്ങളായി കൊടുത്തു 50%. വായുവും 50% എടുത്ത് 4ആയി ഭാഗിച്ച് ബാക്കിയുള്ള 4ന് ആകാശം, അഗ്നി, ജലം, ഭൂമി ഇങ്ങനെ ഓരോ സൂക്ഷ്മഭൂതങ്ങളും അതിൻ്റെ 50% മറ്റ് 4 ഭൂതങ്ങൾക്കുമായി ഷെയർ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആകാശഭൂതം സ്ഥൂലമായപ്പോൾ അതിൻ്റെ 50% ശുദ്ധമാണ്. ബാക്കി 4 ഭൂതങ്ങളും കൂടി ചേരുമ്പോൾ അത് സ്ഥൂല പഞ്ചഭൂതമായി. ഈ സ്ഥൂല പഞ്ചഭൂതങ്ങൾ വ്യത്യസ്ത അനുപാതങ്ങളിൽ സംയോജിച്ചിട്ടാണ് ഈ മുഴുവൻ സൃഷ്ടിയും ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥൂല പഞ്ചഭൂതങ്ങൾ വ്യത്യസ്തങ്ങളായ അനുപാതങ്ങളിൽ സംയോജിച്ച് സൃഷ്ടി ഓരോ വസ്തുക്കളും ഉണ്ടായി. മനുഷ്യൻ ഉൾപ്പെടെ ഓരോ വസ്തുവും ഉണ്ടായി. എല്ലാ ജീവികളും, എല്ലാ അചരങ്ങളും, ജീവനുള്ളവയും ഇല്ലാത്തവയും എല്ലാം ഈ പഞ്ചഭൂതങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൻ്റെ ചികിത്സയിൽ പോലും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പഞ്ചഭൂത ശരീരസ്യ പഞ്ചഭൂതാനി ച ഔഷധം. പഞ്ചഭൂതമാകുന്ന ശരീരത്തിന് പഞ്ചഭൂതം തന്നെയാകുന്നു ഔഷധം. വേറെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ, ആയുർവേദ ആചാര്യൻ, പഞ്ചഭൂത ശരീരി സമാവായ ശരീരമെന്ന്. അതായത് പഞ്ചഭൂത ശരീരം എന്ന് മാത്രം പറയാതെ പഞ്ചഭൂത ശരീരം, പക്ഷെ അതിനോടൊപ്പം ശരീരി കൂടി ചേർന്ന ശരീരം, പഞ്ചഭൂത ശരീരി സമാവായ ശരീരമെന്ന് ആയുർവേദ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ശരീരി സമാവായ ശരീരത്തിന്, ശരീരി ആത്മാ, അതും കൂടി ചേർന്ന ശരീരത്തിന് മാത്രമേ ചികിത്സയ്ക്ക് ആവശ്യമുള്ളൂ. ആത്മാവ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചികിത്സയ്ക്ക് ആവശ്യമുണ്ടോ? അത് വെറും പഞ്ചഭൂത സമാവായത് മാത്രമാണ്. ശരീരി കൂടിയുള്ള ശരീരത്തിനെ ചികിത്സ പോലും ആവശ്യമുള്ളൂ എന്ന് ആയുർവേദ ആചാര്യനും പറഞ്ഞു. അപ്പോൾ എല്ലാ വസ്തുക്കളും അത് വിഘടിച്ചാൽ പഞ്ചഭൂതങ്ങളായി തന്നെയാണ് മാറുന്നതും. മനുഷ്യൻ ഉൾപ്പെടെ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ, അപ്പോൾ ഈ പുരാണത്തിലും ഒക്കെ വേദങ്ങളിലും ഒക്കെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? വ്യത്യാസം പറഞ്ഞിട്ടില്ലേ?
സാമാന്യ ജനത്തിന് വേണ്ടി സാമാന്യ ജനങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ് ഇത്തരം വിഷയങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ആ വിഷയങ്ങളിൽ നിന്ന് തുടങ്ങി അവൻ്റെ ജിജ്ഞാസ, അതിലൂടെ അവൻ എത്തിച്ചേരുമ്പോഴാണ് ശാസ്ത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ശാസ്ത്രങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവന് ബോധ്യമാകും ഈ പ്രക്രിയ, സൃഷ്ടിപ്രക്രിയ. പുരാണങ്ങളെല്ലാം ബാലപാഠങ്ങളാണ്. എന്നാൽ ആ പുരാണങ്ങളിലെല്ലാം ഉള്ളത് വേദാന്ത തത്വങ്ങളാണ്. പുരാണങ്ങൾ ആ വേദാന്ത തത്വത്തെ മനസ്സിലാക്കാൻ, സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുരാണങ്ങൾ താഴെ സ്ഥലത്തിലുള്ളതാണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. അത് താഴെ തലത്തിലുള്ളവർക്ക് തൊട്ട് ഉയർന്ന തലത്തിലുള്ളവർക്ക് വരെ ഒരുപോലെ പ്രാപ്യമായ ഒന്നാണത്. ഭാഗവതം 70 വർഷമായി ഉപാസിക്കുന്ന ഒരാളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ആ ഭാഗവതം തന്നെ ശുദ്ധ വേദാന്തമാണ്. പക്ഷെ അതിനെ കഥാരൂപത്തിൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈ തത്വങ്ങളെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമാണുള്ളത്. ശരി, അടുത്തൊരു ചോദ്യമാണ്, ജീവന്റെ ആത്മബോധവും ആത്മാർത്ഥതയും. സ്വാമിജി ഇപ്പോൾ ആ സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനമാണ് പഞ്ചഭൂതങ്ങളാൽ സ്ഥൂല ശരീരത്തെക്കുറിച്ച് പറഞ്ഞത്. അതിനു മുമ്പ് സൂക്ഷ്മ ശരീരത്തിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ചും കർമ്മേന്ദ്രിയത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും അതിൻ്റെ നിലനിൽപ്പ് എവിടെയാണ് വരുന്നത്? കാരണം പഞ്ചഭൂതങ്ങൾ വരുമ്പോഴല്ലേ ശരീരമുള്ളൂ. അതൊന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാവോ? ശരി. അപ്പോൾ ഇത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടങ്ങുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ്. മനുഷ്യന് 5 ലെയറുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ള ജീവനുള്ള എല്ലാറ്റിനുമുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 മഹാകോശങ്ങൾ. അതിനുള്ളിലായിട്ടാണ് ജീവനല്ല ആത്മാ വർത്തിക്കുന്നത്. ആത്മാ എന്ന ബോധം നമ്മുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നതാണ്. ഈ പുറത്തുള്ള ഈ കാണുന്ന സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അന്നമയ കോശമാണ്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അവർ കഴിച്ച അന്നത്തിൽ നിന്നാണ് ഈ സ്ഥൂല ശരീരം ഉണ്ടായത്. അത് നാം കഴിക്കുന്ന അന്നത്തിലൂടെ നിലനിൽക്കുന്നു. അപ്പോൾ അന്നം കൊണ്ടുണ്ടായ ഈ ശരീരത്തെ അന്നമയ കോശം എന്ന് പറയുന്നു. ഇത് ജഡമാണ്. ഇതിനുള്ളിലായി പ്രാണമയ കോശം. അന്നത്തിൽ നിന്നാണ് പ്രാണനുണ്ടാകുന്നത്. ആഹാരത്തിലൂടെ, ആഹാരം എന്നാൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന വായിലൂടെ കഴിക്കുന്ന മാത്രമല്ല ആഹാരം. നാം കാണുന്നത് ആഹാരമാണ്. ശ്വസിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയും കടന്നു വരുന്നത് ആഹാരമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ പ്രത്യാഹാരം എന്ന് പറയുന്നതാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ ഒന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കലാണ്. അപ്പോൾ ആ ആഹാരത്തിൽ നിന്നാണ് ഈ പ്രാണനുണ്ടാകുന്നത്. പ്രാണനിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത്. മനസ്സിൽ നിന്നാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഈ 3 കോശങ്ങളും കൂടിച്ചേരുന്നതാണ് സൂക്ഷ്മ ശരീരം.
അപ്പോൾ അന്നമയ കോശം സ്ഥൂല ശരീരമാണെങ്കിൽ പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും കൂടി ചേർന്ന് സൂക്ഷ്മ ശരീരം വരും. ആ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് 17 തത്വങ്ങളുള്ളതാണ്. അത് പഞ്ചേന്ദ്രിയങ്ങൾ 5, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ 5, പഞ്ചപ്രാണനുകൾ 5, പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. മനസ്സ്, ബുദ്ധി ഈ രണ്ടും കൂടിച്ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. ഈ മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നതിന് അന്ധക്കരണം എന്നാണ് പറയുന്നത്. പക്ഷെ ചിലയിടത്ത് അത് 3 പറയാറുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ചിലയിടത്ത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നും പറയാറുണ്ട്. പക്ഷെ എങ്കിലും പൊതുവായി മനസ്സ്, ബുദ്ധി ഈ ചേർന്ന 17 തത്വങ്ങളെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഈ 2 ശരീരത്തിനും, സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണമായതാണ് 3ാമത്തെ ശരീരം, ആനന്ദമയ കോശം. അത് ആനന്ദമാണ്, സുഷുപ്തി അവസ്ഥയിലാണ്. അവിടെ നാം ഉറങ്ങി നല്ല ഡീപ്പ് സ്ലീപ്പ് ചെയ്ത് ഉണരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന സുഷുപ്തി അവസ്ഥയാണ് അത്. അത് കാരണശരീരം, ഈ 2 ശരീരത്തിനും കാരണമായത്. എന്നാൽ ആ ആനന്ദമയ കോശവും ആത്മാവല്ല. അത് ആത്മാവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ആ കോശത്തെ ആനന്ദമയ കോശം എന്ന് പറയുന്നത്. സത്തുക്കളായിട്ടുള്ളവരോട് ചേർന്നിരുന്നാൽ അവരും സത്തുക്കളായി മാറും എന്ന് പറയുന്നത് പോലെ, അഗ്നിയോട് ചേർന്ന് കരിക്കട്ട ഇരുന്നാൽ ആ കരിക്കട്ട കൂടി അഗ്നിയായി മാറും എന്ന് പറയുന്നത് പോലെ, ആത്മാവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ആനന്ദമയ കോശമായി മാറുന്നു എന്നാണ്.